ഇറാൻ ആകാശം നിശബ്ദമാകുന്നു. വിമാനങ്ങൾ വഴിമാറി പറക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ പ്രകമ്പനം ഇന്ത്യയിലും എത്തിക്കഴിഞ്ഞു. എന്തും ഏത് നിമിഷവും സംഭവിക്കാം എന്ന അവസ്ഥയിൽ ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്നത് ടെഹ്റാനിലേക്കാണ്. അമേരിക്കയുമായിട്ടുള്ള കടുത്ത സംഘർഷവും രാജ്യത്തിനകത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും കണക്കിലെടുത്താണ് ഇറാൻ തങ്ങളുടെ ആകാശം വാണിജ്യ വിമാനങ്ങൾക്കായി കൊട്ടിയടച്ചത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ താറുമാറായിരിക്കുന്നു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് എന്നീ പ്രമുഖ വിമാന കമ്പനികൾ തങ്ങളുടെ യാത്രക്കാർക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പല വിമാനങ്ങളും റദ്ദാക്കി, ചിലത് ദീർഘദൂരം ബദൽ പാതകൾ തേടുന്നു. ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കി പറക്കേണ്ടി വരുന്നത് വിമാനങ്ങളുടെ സമയക്രമത്തെ മാത്രമല്ല, ഇന്ധന ചെലവിനെയും അതുവഴി ടിക്കറ്റ് നിരക്കിനെയും ബാധിച്ചേക്കാം. വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് എയർലൈനുകൾ കർശനമായി നിർദ്ദേശിക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങളാലാണ് ഈ തടസ്സമെന്ന് ഇൻഡിഗോ അറിയിക്കുന്നു. ഇറാൻ ഇതാദ്യമായല്ല ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇസ്രയേലുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായപ്പോഴും ഹിസ്ബുള്ള ഹമാസ് സംഘർഷ വേളകളിലും ഇറാൻ സമാനമായ രീതിയിൽ വ്യോമാതിർത്തി അടച്ചിരുന്നു. പൈലറ്റുമാർക്ക് നൽകിയ നോട്ടീസ് പ്രകാരം മുൻകൂട്ടി നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞും ഈ നിയന്ത്രണം തുടരാൻ സാധ്യതയുണ്ട്. നിലവിൽ ടെഹ്റാനിൽ നിന്നുള്ള സൈനിക നീക്കങ്ങളും മിസൈൽ വിക്ഷേപണ സാധ്യതകളും സിവിൽ വിമാനങ്ങൾക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലിലാണ് രാജ്യാന്തര ഏജൻസികൾ. ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന. ആഭ്യന്തര അസ്വസ്ഥതകൾക്കിടയിൽ അമേരിക്കൻ ഇടപെടൽ ഇറാൻ ഭയപ്പെടുന്നുണ്ട്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുമ്പോൾ സിവിൽ വിമാനങ്ങളെ തിരിച്ചറിയുന്നതിൽ പിഴവ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് സേഫ് എയർ സ്പേസ് പോലുള്ള വെബ്സൈറ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ മിക്ക അന്താരാഷ്ട്ര എയർലൈനുകളും ഇപ്പോൾ ഇറാനിയൻ ആകാശത്തെ ഒരു നോ ഫ്ലൈ സോൺ ആയിട്ടാണ് കാണുന്നത്. പശ്ചിമേഷ്യയിലെ കനൽ എപ്പോൾ വേണമെങ്കിലും ജ്വലിച്ചേക്കാം. ആകാശം അടഞ്ഞുകിടക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണോ എന്ന് പോലും ലോകം ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് യാത്രക്കാരുടെ യാത്രാ പദ്ധതികളെയാണ് ഈ തീരുമാനം ബാധിച്ചിരിക്കുന്നത്. സുരക്ഷിതരായിരിക്കുക, പുതിയ അറിയിപ്പുകൾക്കായി കാതോർക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.